തൻ്റെ കുടുംബത്തിൻ്റെ താങ്ങും തണലുമായ നവാസ് കെയെ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് രഹനയും കുടുംബവും. 21 വർഷത്തെ ദാമ്പത്യമായിരുന്നു രഹനയുടെയും നവാസിൻ്റെയും. 51 വയസ്സുള്ള നവാസ് ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത്. തീർത്തും ചെറിയ പ്രായത്തിൽ തന്നെ നവാസിൻ്റെ ഈ വിയോഗം അപ്രത്യക്ഷമായ ഒരു ഞെട്ടലോടെയാണ് മലയാളികളും അതുപോലെ തന്നെ നവാസിൻ്റെ കുടുംബവും കേൾക്കേണ്ടി വന്നത്. 21 കൊല്ലത്തെ ദാമ്പത്യത്തിൽ രഹന തൻ്റെ ഭർത്താവില്ലാത്ത ഒരു ദിവസം പോലും ചിന്തിച്ചിട്ടില്ല. നവാസിൻ്റെ ജീവിത രീതി ഇങ്ങനെയായിരുന്നു. തൻ്റെ കുടുംബത്തിൻ്റെയും തൻ്റെ മക്കളുടെ കാര്യത്തിലും ഒട്ടേറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു നവാസിന്. ഒരു പക്ഷേ നവാസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച മൂത്ത മകളെ ഒരു MBBSകാരിയാക്കണമെന്ന്. അതിനിടയിൽ മകൾ +2 പഠിക്കുന്ന സമയത്ത് സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്നു. എങ്കിലും മകളെ പഠിപ്പിച്ച് ഒരു MBBSകാരിയാക്കണമെന്നായിരുന്നു നവാസിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ മകൾ MBBSന് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. നവാസിന് കുടുംബത്തിനോട് ഒത്തിരി സ്നേഹമുണ്ടായതുകൊണ്ട് തന്നെ ഒഴിവുള്ള സമയത്തൊക്കെ കുടുംബത്തോടൊപ്പം ഉണ്ടാവും. മകൾക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങിയെങ്കിലും മകളുടെ വിവാഹമാണ് തൻ്റെ ജീവിതത്തിലെ വലിയ സ്വപ്നമെന്നും മകളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമെന്നായിരുന്നു നവാസിൻ്റെ അഭിപ്രായം. മകളുടെ ആഗ്രഹം ഇങ്ങനെയായിരുന്നു, ജോലി നേടി മതി കല്യാണം എന്നായിരുന്നു. ആ ആഗ്രഹത്തിന് ഒട്ടും എതിർപ്പ് കാണിച്ചിരുന്നില്ല നവാസ്. പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു മകൾക്ക് നവാസ്. മക്കൾക്കും കുടുംബത്തിനും ഉള്ളതെല്ലാം സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും മക്കളുടെ വളർച്ചയൊന്നും കാണാനുള്ള യോഗം നവാസിനില്ലാതെ പോയി. എന്തായാലും ഭർത്താവിനെ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് രഹനയും മക്കളും. നവാസ് ഇല്ലാത്ത ഈ ലോകം ശൂന്യമാണ് എന്ന് പറയുന്ന രഹനക്ക് എന്തായാലും നവാസിൻ്റെ ഈ വേർപാട് താങ്ങാവുന്നതും അപ്പുറമാണ്. എന്തായാലും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇതെല്ലാം സഹിച്ചേ തീരൂ. നവാസില്ലാത്ത ഈ ലോകത്ത് ജീവിക്കുന്നത് ഏതൊരു സ്ത്രീക്കും താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇന്നലെ BP ലോ ആയി ഹോസ്പിറ്റലിൽ എത്തേണ്ട സാഹചര്യം കൂടി രഹനക്കുണ്ടായി എന്ന വാർത്ത പല മീഡിയയിലും കേൾക്കേണ്ടി വന്നു. ഈ വാർത്തയിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല. എന്തായാലും ഭർത്താവിനെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ തന്നെയാണ് രഹന. എന്തായാലും ആ കുടുംബത്തിനും രഹനക്കും ക്ഷമ നൽകണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.